This is lecture 5 of module 1, and in this lecture we are discussing about the simple graphical method. In this method, a graph is plotted from the available data between time and population. Then the curve is then smoothly extended up to the desired year. We will get the future population. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, തന്നിട്ടുള്ള ഡേറ്റ വെച്ചിട്ട്. തന്നിട്ടുള്ള ഡേറ്റ എന്ന് പറഞ്ഞത് ഇയറും പോപ്പുലേഷനും തരും. എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ആ കിട്ടുന്ന ഗ്രാഫ് ഏത് വർഷത്തേക്കാണോ ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കേണ്ടത് ആ വർഷം വരെ നമ്മൾ ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്യുക സ്മൂത്തായിട്ട്. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ വൈ ആക്സിസിൽ നിന്ന് എടുക്കുക. അതായിരിക്കും ഫ്യൂച്ചർ പോപ്പുലേഷൻ. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ഇയറും വൈ ആക്സിസിൽ പോപ്പുലേഷനും. അടുത്ത ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, വർക്ക് ഔട്ട് ദ പോപ്പുലേഷൻ ഓഫ് ദി ഇയർ 2000 ഫ്രം ദ ഡേറ്റ ഗിവൺ ബിലോ യൂസിങ് സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ ഇയർ 1880, 1890, 1900, 1910, 1920, 1930, 1940. Population 25,000, 27,500, 33,000, 39,000, 45,000, 54,500 and 61,000. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട 2000-ലെ പോപ്പുലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ ആദ്യം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ഇയർ ആൻഡ് പോപ്പുലേഷൻ, ഇയർ along the x-axis and population along the y-axis. Then the graph obtained will be like this. That is, ഒരു എസ് ഷേപ്പ് കർവ് ശരിക്കും കിട്ടുക. ആ കിട്ടുന്ന ഗ്രാഫിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട 2000-ലെ പോപ്പുലേഷനാണ്. അപ്പോൾ ആ 2000 വരെ ഈ കിട്ടിയ ഗ്രാഫ് അതേപടി എക്സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പോൾ 2000 വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ വൈ ആക്സിസിൽ നിന്ന് എടുക്കുക. അതാണ് നമ്മുടെ 2000-ലെ പോപ്പുലേഷൻ. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞത് 81,000. അപ്പോൾ ഈ ഗ്രാഫിൽ ഇത് കുറച്ചുകൂടെ വലുതായിട്ട് വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇയറും പോപ്പുലേഷനും, ഇയർ along the x-axis, population along the y-axis. ആ തന്നിട്ടുള്ള വാല്യൂ വെച്ച് ആദ്യം ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. എന്നിട്ട് ആ ഗ്രാഫിനെ ആ കിട്ടുന്ന കർവ്, സ്ട്രെയിറ്റ് ലൈൻ ഒന്നും അല്ല, കർവാണ്. ആ കർവിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട 2000 അതുവരെ എക്സ്റ്റെൻഡ് ചെയ്യണം. അത് കർവായിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം, സ്ട്രെയിറ്റ് ലൈൻ അല്ല. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ വൈ ആക്സിസിൽ നിന്ന് കണ്ടുപിടിക്കാം. അതായിരിക്കും പോപ്പുലേഷൻ ഓഫ് ദി ഇയർ 2000. നെക്സ്റ്റ്, കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് the cities having conditions and characteristics similar to the city whose future population is to be estimated are first of all selected. It is then assumed that the city under consideration will develop as the selected similar cities have developed in the past. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കേണ്ട സിറ്റി ഏതാണെന്ന് നോക്കുക. അതിൻ്റെ കണ്ടീഷൻസും ക്യാരക്ടറിസ്റ്റിക്സും സിമിലറായിട്ട് വരുന്ന സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യാം. In this method, the cities having conditions and characteristics similar to the city whose future population is to be estimated are first of all selected. എന്നിട്ടുള്ള അസംഷൻ എന്ന് പറഞ്ഞത്, it is then assumed that the city under consideration will develop as the selected similar cities have developed in the past. അപ്പം നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ആ സിമിലർ സിറ്റീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തോ അതേ രീതിയിലാണ് നമ്മുടെ ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കേണ്ട സിറ്റിയും എന്നുള്ള അസംഷൻ. ഇറ്റ് ഈസ് ദെൻ അസ്യൂം ദാറ്റ് ദ സിറ്റി അണ്ടർ കൺസിഡറേഷൻ വിൽ ഡെവലപ്പ് ആസ് ദി സെലക്റ്റഡ് സിമിലർ സിറ്റീസ് ഹാവ് ഡെവലപ്ഡ് ഇൻ ദ പാസ്റ്റ്. നെക്സ്റ്റ്, മാസ്റ്റർ പ്ലാൻ മെത്തേഡ് ഓർ സോണിംഗ് മെത്തേഡ്. ഇപ്പോൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ടൗൺസ് ആൻഡ് സിറ്റീസ് their master plans are prepared, and then the city is divided into various zones such as commercial centers, industrial areas, residential areas, schools, colleges, parks, etc. And the master plans are prepared
for the development of the cities for 25 to 30 years. The population densities for various zones of the towns to be developed are also fixed. When the population of a particular zone is fixed, it is very easy to design the water supply scheme for the particular zone. മാസ്റ്റർ പ്ലാൻ മെത്തേഡിൽ ആദ്യം നമ്മൾ മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അത് ഏകദേശം ഒരു 25 to 30 ഇയേഴ്സിനാണ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ആ സിറ്റിയെ നമ്മൾ ഏത് ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കണോ ആ സിറ്റിയെ പല പല സോണായിട്ട് ഡിവൈഡ് ചെയ്യുക. കൊമേഴ്സ്യൽ സെൻറ്റർ, ഇൻഡസ്ട്രിയൽ ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ, സ്കൂള്, കോളേജ്, പാർക്ക്, അങ്ങനെ പല പല സോണായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ സോണിലെയും പോപ്പുലേഷൻ ഡെൻസിറ്റീസ് ഫിക്സ് ചെയ്യുക. ആ പോപ്പുലേഷൻ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു വാട്ടർ സപ്ലൈ സ്കീം, ആ പർട്ടിക്കുലർ സോണിനുള്ള വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് മാസ്റ്റർ പ്ലാൻ മെത്തേഡ്. നെക്സ്റ്റ്, റേഷ്യോ മെത്തേഡ് or apportionment method, APPORTIONMENT, apportionment method. In this method of forecasting future population of a city or a town, the city's census population record is expressed as the percentage of the population of the whole country. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സിറ്റിയുടെ സെൻസസ് പോപ്പുലേഷൻ റെക്കോർഡിനെ നമ്മൾ നാഷണൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഓഫ് ദ ഹോൾ കൺട്രിയുടെ പെർസെൻറ്റേജിലോട്ട് എക്സ്പ്രസ് ചെയ്യാം. അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഫോർ ദിസ് ദ ലോക്കൽ പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിച്ച് അവിടെ ദ പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി അണ്ടർ കൺസിഡറേഷൻ ആൻഡ് ദ കൺട്രീസ് പോപ്പുലേഷൻ ഫോർ ദി ലാസ്റ്റ് 4 to 5 decades ആർ കളക്റ്റഡ് ഫ്രം ദ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 4-5 ഡീക്കേഡിലെ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലോക്കൽ പോപ്പുലേഷൻ, ഏത് സിറ്റിയുടെ ആണോ പോപ്പുലേഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ പോപ്പുലേഷനും പിന്നെ അതുപോലെ കൺട്രീസ് പോപ്പുലേഷനും നമ്മൾ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യുക. എന്നിട്ട് ഈ രണ്ടിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കുക. ദ റേഷ്യോ ഓഫ് ദ ലോക്കൽ പോപ്പുലേഷൻ ടു ദ നാഷണൽ പോപ്പുലേഷൻ ആർ വർക്ക്ഡ് ഔട്ട് ഫോർ ദീസ് decades. Then a graph is plotted between time and these ratios and extended up to the design period so as to extrapolate the ratio corresponding to the future design year. And this ratio is then multiplied by the expected national population at the end of the design period so as to obtain the required city's future population. And this method is very suitable for areas whose growths are parallel to the national growth. ഇപ്പോൾ റേഷ്യോ മെത്തേഡ് ഓഫ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിൽ സിറ്റിയുടെ സെൻസസ് പോപ്പുലേഷന് നമ്മൾ കൺട്രീസ് പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ ഹോൾ കൺട്രിയിലോട്ട് എക്സ്പ്രസ് ചെയ്യുക. അതിനുവേണ്ടി ഒരു ലാസ്റ്റ് 4 to 5 ഡീക്കേഡ്സിൽ സിറ്റിയുടെ പോപ്പുലേഷനും എന്ന് പറഞ്ഞാൽ ലോക്കൽ പോപ്പുലേഷൻ, അതാണ് പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി അണ്ടർ കൺസിഡറേഷൻ, ആ ലോക്കൽ പോപ്പുലേഷനും അതുപോലെ കൺട്രീസ് പോപ്പുലേഷനും നമ്മൾ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എടുക്കുക. റേഷ്യോ ഓഫ് ദ ലോക്കൽ പോപ്പുലേഷൻ ടു ദ നാഷണൽ പോപ്പുലേഷൻ. ഈ കിട്ടുന്ന റേഷ്യോയും ഗ്രാഫ് ടൈമും വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ദെൻ എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ടൈം ആൻഡ് ദ റേഷ്യോ, ടൈം അലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് റേഷ്യോ അലോങ് ദ വൈ ആക്സിസ്. ആൻഡ് കിട്ടുന്ന ഗ്രാഫിനെ അതേപടി എക്സ്റ്റെൻഡ് ചെയ്യുക. നമുക്ക് ഏത് വർഷത്തേക്കാണോ കണ്ടുപിടിക്കേണ്ടത് അതുവരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കറസ്പോണ്ടിങ് വൈ ആക്സിസിൽ റേഷ്യോ ആണ്. അപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കേണ്ട ആ ഫ്യൂച്ചർ ഡിസൈൻ ഇയറിലെ കറസ്പോണ്ടിങ് റേഷ്യോ കണ്ടുപിടിക്കാം. ഈ റേഷ്യോയെ എക്സ്പെക്റ്റഡ് നാഷണൽ പോപ്പുലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി അണ്ടർ കൺസിഡറേഷൻ.
അപ്പോൾ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആവണത് നമ്മുടെ സിറ്റിയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് നാഷണൽ ഗ്രോത്തിന് പാരലായിട്ടാണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂ. ഇത്രയാ റേഷ്യോ മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ അപ്പോർഷൻമെൻറ്റ് മെത്തേഡ് ഓഫ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്.